ഹലോ. ഈ അവധിക്കാലവും ഈ മഴക്കാലത്തും എൻ്റെ അടുത്ത് വന്ന മിക്ക പേഷ്യൻസും അവരുടെ കുട്ടികളെ കൊണ്ട് വന്നവർക്ക് ഉണ്ടായിരുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അവരുടെ വായുടെ മോണ പൊങ്ങുന്നതായിട്ട്. അത് മിക്കവാറും അവർക്ക് ചോദിച്ചു വരുമ്പോഴത്തേക്ക് മൗത്ത് ബ്രീത്തിങ് കൊണ്ട് വായിക്കൂടെ ശ്വാസം എടുക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത് എന്ന് മുതലാണ് വന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയാം അത് ഈ സമയങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്ന വായിക്കൂടെയാണ് ശ്വാസം എടുക്കുന്നത്, രാത്രി ഫാനിട്ട് കിടക്കുള്ളൂ. അപ്പൊ മഴക്കാലത്തും ഫാനിട്ട് കിടക്കുന്ന ശീലമുള്ള ഒട്ടുമുക്കാൽ കുട്ടികളിലും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് മൗത്ത് ബ്രീത്തിങ്. അപ്പോൾ മൗത്ത് ബ്രീത്തിങ്ങിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പല്ലുകൾ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വാ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. വായിക്ക് സ്മെല്ല് കൂടും. അതിൻ്റെ ഒപ്പം തന്നെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഗ്രാജുവലി അവരുടെ മോണ പൊങ്ങി വരും. അപ്പൊ അത് പിന്നീട് പല്ല് കെട്ടി താത്തണ്ടാക്കുക അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ബ്രീത്തിങ് എക്സസൈസോടുകൂടി അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അത് ആർക്കും ചെയ്യാം. അപ്പൊ മൂക്കടപ്പ് പെട്ടെന്ന് വരുന്ന കുട്ടികളിൽ, മൗത്ത് ബ്രീത്തിങ് നമുക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളിൽ ദിവസം ഒരു 5 മിനിറ്റ് രാവിലെയും വൈകിട്ടും നിങ്ങൾ സ്പെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് ഈസി ആയിട്ട് ചെയ്യും. നിങ്ങളുടെ മൗത്ത് ബ്രീത്തിങ് മാറ്റാനും പറ്റും. ഇത്രയും കാര്യം ഓർത്താൽ മതി. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഒരു മൂക്കിന്റെ ഹോള് അടച്ചു പിടിച്ചുകൊണ്ട് മൂക്കിൽ കൂടെ ശ്വാസം വലിക്കുക. ഇങ്ങനെ അത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അടുത്തത് ഹോളിൽ കൂടെ വിടുക. നമ്മൾ വിട്ട ഹോളിൽ കൂടെ വലിക്കുക, ഹോൾഡ് ചെയ്യുക, മറ്റേ ഹോളിൽ കൂടെ വിടുക. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ഔട്ട് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു റിത്തം വേണം. ഈ റിത്തം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 സെക്കൻഡ് ഒരു ക്ലോക്കിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഒരു ഇത് നോക്കിക്കൊണ്ട് ചെയ്യുക. 3 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 3 സെക്കൻഡ് എക്സെയിൽ ചെയ്യുക. അത് കഴിഞ്ഞ് ആ പ്രോസസ്സ് അടുത്ത ഹോളിൽ കൂടെ നമ്മൾ റിവേഴ്സ് ചെയ്ത് ചെയ്യുക. അത് അങ്ങനെ വന്ന് ഈ സമയങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ ചുണ്ട് കൂട്ടി തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും ചുണ്ട് വിടാൻ പാടില്ല. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ 5 മിനിറ്റ് വരെ നമ്മൾ ചെയ്യുക, രാവിലെയും വൈകിട്ടും. ഗ്രാജുവലി ഇത് 3 സെക്കൻഡ് എന്നുള്ള 4 സെക്കൻഡ് ആക്കുക, 4 സെക്കൻഡ് 5 സെക്കൻഡ് ആക്കുക. 5 സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു ബ്രീത്തിങ് സൈക്കിൾ വരാൻ 15 സെക്കൻഡ്, 1 മിനിറ്റിൽ 4 ബ്രീത്തിങ് സൈക്കിൾ. നമ്മൾ പറയുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും, പക്ഷെ വളരെ നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാം. ഈ 1 മിനിറ്റിൽ 4 സെക്കൻഡ് എന്നുള്ളത് 4 സൈക്കിൾ എന്നുള്ളത് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു തവണത്തെ എക്സസൈസ് പൂർത്തിയാവും. ഇത് റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗത്ത് ബ്രീത്തിങ് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. താങ്ക് യു.